നമ്മുടെ ടോം മാക്സിന്റെ പപ്പീസ് ഉണ്ട് കേട്ടാ. ടോം മാക്സിൻ കേട്ടാ, 2 പപ്പീസ് വേറെ. ഇനി ഒരെണ്ണം നമുക്ക് 6 കുട്ടികൾ അല്ലേ. സൊഫൈൻ കെന്നൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ട അടിപൊളി പപ്പീസുകളാണ് കേട്ടാ. ഇപ്രാവശ്യം നിറയെ പപ്പീസ് ഉണ്ട് കേട്ടോ. നമ്മുടെ കയ്യിൽ ഇപ്പൊ ഉള്ളത് ജർമ്മൻ ഷെപ്പേർഡ് പപ്പീണ്ട്, ഡോബർമാൻ ഉണ്ട്, ലാബ് ഉണ്ട്, ബീഗിൾ ഉണ്ട്, സൈബീരിയൻ ഹസ്കി ഉണ്ട്, ഫ്രഞ്ച് ബുൾഡോഗ് ഉണ്ട്, ഗോൾഡൻ റിട്രീവർ ഉണ്ട്. എല്ലാ പപ്പീസും നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ടോം മാക്സിന്റെ പപ്പീസ് ഉണ്ട് കേട്ടോ. ടോം മാക്സിന്റെ പപ്പീസൊക്കെ ഈ വീഡിയോയിൽ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കാണിക്കും. അതല്ലാണ്ട് ചെറിയ പപ്പീസ് ഉണ്ട്, നമുക്ക് ആവശ്യക്കാർക്ക് ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇത് അവന്റെ കുട്ടി തന്നെയാണ്. നമ്മുടെ പുതിയൊരു അതിഥി ട്ടാ, ഡോബർമാൻ. എൻ്റെ 1 വയസ്സായിട്ടുള്ളോട്ടാ. എന്താ ഡോബർമാൻ മെയില്. നമ്മുടെ കുട്ടൂസൻ പോയപ്പോ നമ്മള് പുതിയ മെയിലിന് മേടിച്ചതാണ്. എന്നിട്ടാണ് നോക്കണേ. നോക്കിയേ ഡോബർമാൻ പപ്പീസ് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. പിന്നെ അത് നമുക്ക് കാണാം. ഇത് നമ്മുടെ ടുട്ടു. എന്താ പറയുക ടുട്ടു, ഒരു കള്ള ലക്ഷണം നിനക്ക്. അധീരന്റെ മുഖത്ത് മൂക്കും വേണ്ട, കൂടുമ്പോ തുരുമ്പുള്ളതാണോണ്ടേ ഇത് അവ അതും വിട്ട് ഉറച്ചിട്ട് തുരുമ്പിന്റെ ഇത് സ്കിന്നിന് ചെറിയതായി. മൂക്കത്ത് മാത്രമല്ല, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നാളെ നമ്മളവിടെ പെയിന്റ് അടിക്കാൻ ആൾക്കാർ വരും. അടുത്ത ആഴ്ചയുടെ വീഡിയോയിൽ നമ്മൾ ഇതൊക്കെ പെയിന്റിങ് കഴിഞ്ഞിട്ട് ഇവിടാ. റോഡ് വീലർ റാംബോന്റെ മോൻ കണ്ട ഇവിടെ അങ്ങനെ പെയിന്റ് അടി നടക്കുന്നുണ്ട്. കൂടൊക്കെ ഫിനിഷിങ് ഉണ്ടാ, പെയിന്റിങ്. അപ്പൊ ഡ്യൂഡിനെ തൽക്കാലം നമ്മൾ പിടിക്ക് മാറ്റിയേക്കാണ്. ഡ്യൂഡിനെ ഡ്യൂഡിന്റെ കുട്ടികളുണ്ട് കേട്ടാ. അലമ്പൻ ഡ്യൂഡിന്റെ കുട്ടികളുണ്ട്. എന്താ എന്താണ്ടായേ? അലമ്പനാണ് ഡ്യൂഡ്. നമ്മുടെ ബീഗിള് കുട്ടികളുണ്ട് കേട്ടാ. എന്റെ കുട്ടീന്റെ ബീഗിള് എനിക്കാ നീ ബീഗിള് പപ്പീസ് ഉണ്ട്. നമ്മുടെ സോണിയക്ക് ഇതുവരെ കുട്ടികളുണ്ടായിട്ടില്ല കേട്ടാ. നമുക്ക് ഹീറ്റ് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. എനിക്ക് ആകെ ഒരു ഹീറ്റേ കണ്ടുള്ളൂ. അതിൽ നമുക്ക് ബ്രീഡ് ചെയ്യാനും പറ്റില്ല. റാംബോ ഇത് പ്രസവം കഴിഞ്ഞാണ്. അവളുടെ രോമൊക്കെ കുറച്ച് പോയിന്റ് പ്രസവ രക്ഷ കൊടുക്കണമെങ്കിൽ. ഇത് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ ലാബ് ഇട്ടാ, ചെറിയ വിലക്ക് കൊടുക്കാന്ന് പറഞ്ഞ ഇപ്പൊ 6 മാസമായിണ്ട്. ഇത് നമ്മുടെ ഷിറ്റ്സു, ഇതൊരു ബീഗിള് ഫീമെയില്. ആൾക്കാർ വിചാരിക്കും ഇത് ഗർഭിണിയാണ്. ഫുഡ് അടിച്ചിട്ട് വയറിറങ്ങിട്ട് കിടക്കണ്ട കേട്ടാ, ഗർഭിണിയൊന്നല്ല. ഇതിനെ നമ്മൾ ബോർഡിങ്ങാണ്, ഹസ്കി ക്രോസ് ചെയ്തിട്ട് ഇവിടിട്ടേക്കാണ്. ഇത് ബോർഡിങ് ആട്ടാ, ലാബ്. ഇത് ബോർഡിങ്ങാ. ഇതൊക്കെ നമ്മുടെ തന്നെയാണ്. നമ്മുടെ കിയയുടെ കുട്ടികളൊക്കെ കഴിഞ്ഞു കേട്ടാ. കിയയുടെ കുട്ടികളൊക്കെ കൊണ്ടുപോകുന്നത് ഈ വീഡിയോയിൽ കാണാം. ജൂലിയുടെയും കഴിഞ്ഞു. 2 പേരും പ്രസവം കഴിഞ്ഞിട്ട് അന്തസ്സോടെ കിടക്കണ്ടാണ്. ഞങ്ങള് എല്ലാം കഴിഞ്ഞ് ഇനി ഒതുങ്ങി നിൽക്കണ്. ഇനി ഇവിടെ കുറെ നാള് റൗണ്ട് അടിക്കാതെ മാത്രമല്ല. കണ്ട റൗണ്ട് അടിച്ചിരിക്കണ പരിപാടിയുള്ളൂ. പിന്നെ അതൊരു സെമി അഡൽട്ട് വേണമെങ്കിൽ കൊടുക്കും. പിന്നെ അതേ ഇതും സെമി അഡൽട്ട്. പിന്നെ അതേ നമ്മുടെ അമേരിക്കൻ ബുള്ളി കാസ്പർ മെയിൽ കേട്ടാ. ജാക്കിന്റെ കുട്ടികൾ ഇനി ഒരു ഫീമെയിൽ കൂടി കൊടുക്കാനുള്ളൂ. ജാക്കിന്റെ എനിക്ക് ഭയങ്കര മടിയന്മാരായിട്ടാണല്ലോ പുറപ്പാട്. കാലത്ത് മാത്രം ഓടാൻ വിടുമ്പോ മാത്രമല്ലോ മുടിയൊക്കെ ആകെ വൃത്തികേടായിട്ടിരിക്കണേ. ഇത് കാലിയ. ഇത് നമ്മുടെ വൈറ്റ് ഹസ്കി. ഇവള് പ്രഗ്നന്റ് ആണ്, ഈ ആഴ്ചയിൽ പ്രസവിക്കേണ്ടതാണ്. ഇവനെ നമ്മുടെ തൃശ്ശൂർ ഡോഗ് ഷോ വരുന്നതിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ റാണക്കൂട്ടന്റെ കാലൊക്കെ റെഡി ആയിട്ടാ. റാണേനെ നമുക്ക് വാടാ ഉണ്ടാ. കാല് ഇപ്പൊ ചെറിയൊരു ഞൊണ്ടല് മാത്രമല്ല, മറ്റേത് 2 കാലും തളർന്നിട്ട് ഡോക്ടർമാര് ഓപ്പറേഷൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ. നമ്മുടെ ലിയോട്ടാ. അപ്പൊ വയസ്സായി എന്ന് പറഞ്ഞില്ലേ, ലിയോ നടക്കണണ്ട പാവം. വയസ്സായി, 14 വയസ്സ് കഴിഞ്ഞു. അപ്പൊ ആ ലൈവിന്റെ കേസ് പറയട്ടെ. ഇപ്പൊ ഇവനെ ഓടി നടക്കണ്ടിട്ടാ. ഓപ്പറേഷൻ ചെയ്യണം, അത് നടക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞതായിരുന്നു. ഒരു ഓപ്പറേഷനും ചെയ്തില്ല. ഓപ്പറേഷൻ ചെയ്തവൻ അനങ്ങാണ്ടിരിക്കില്ലല്ലോ, അത് കാരണം കൊണ്ടാ ചെയ്യാൻ. ഞാൻ ഇപ്പൊ സാധനം ഒക്കെ അതിന്റെ ഒരു പ്രശ്നമില്ല. ലാറ, ഇമ്രാൻ,
ബുൾ മാസ്റ്റിഫ് ഫീമെയിൽ ജൂലി, ലാറ ജർമ്മൻ. ആ ഗുണ്ടപ്പാ, ഓ ബുദ്ധിമുട്ടായി അവന് വിളിച്ചപ്പോ. ഓക്കെ ഓക്കെ കിടന്നോ. ബ്രൂസ്, ഇല്ലാരും അതിലില്ല, ഒന്നും ആരുമില്ല. നോക്കിയേ കിയാനൊന്ന് കേടിയാ. ക്ലിയാ ഓ വിളിച്ചിട്ട് വരാ റെയിനിലെ ആള്. എന്താ ഫുഡ് അടിച്ചിട്ട് ക്ഷീണായിട്ട് ഇറങ്ങാട്ടാ. നോക്കിയാ നമ്മുടെ ഡുർണിയുടെ കുട്ടികളുണ്ട് അതിൻ്റെ കേട്ടാ. എനിക്ക് ഒന്ന് കാണിക്കട്ടാ, നിന്നൊന്ന് കാണാൻ വേണ്ടിട്ട്. എനിക്ക് നെറ്റിക്ക് ഗടി ഉണ്ടാ. ഡയറക്റ്റ് ഇമ്പോർട്ടിന്റെ കുട്ടിയാ. ഇവന്റെ കുഞ്ഞുങ്ങളാണ് ഇപ്പൊ ഇവിടെ. ഇവൻ നമ്മുടെ ടുട്ടുവിനെ കാണിച്ചില്ലേ, ടുട്ടുവിന്റെ മോളെ അവൻ ബ്രീഡ് ചെയ്തിട്ട്. ഇത് ഫീമെയിൽ ലാബ്. ഇതൊക്കെ ബോർഡിങ് ആട്ടാ. പിന്നെ നേരെ നമുക്ക് നമ്മുടെ അവിടെ അമ്മമാര് പ്രസവിച്ച് ഇറക്കണ സ്ഥലത്തേക്ക് പോവാം. നമ്മുടെ പൂടിയില് മെയിലിട്ടാ, ഫ്രഞ്ച് ബുൾഡോഗ് പപ്പി. നമ്മുടെ റോട്ട് വീലർ പ്രസവിച്ചിട്ടുണ്ട് കേട്ടോ. ലാബ് കുട്ടികൾ റെഡി ആയിട്ട് കേട്ടോ. ഇത് ഹസ്കി ഇവളുടെ പപ്പി കേട്ടാ. ലാബ് അമ്മ, ഇത് കുട്ടികൾ ഇവിടെ ഉണ്ട്. ഇവിടെ പ്രസവിക്കാറായിട്ടുണ്ട്. ബീഗിള് പപ്പീസിനെ 1-2 ദിനൊക്കെ കൊണ്ടുപോയി. ഇനി ഒരു മെയില് ബുക്കിംഗ് ഉണ്ട്, അതിന് കൊടുത്തു വിടണം. അത് ലോങ് ആണ്. ഡോബർമാൻ പപ്പീസ് 2 പപ്പിയുള്ളൂ കേട്ടോ. ഡോബർമാൻ 2 പപ്പിയുള്ളൂ. അവിടെ ഉണ്ട്. ബീഗിള് അമ്മയും കുട്ടികളും. ഒരു മെയിലും ഫീമെയിലും കൊടുത്തതാ. ഇനി ഒരെണ്ണം നമുക്ക് ബുക്കിംഗ് ഉണ്ട്. ഇനി 2 ഫീമെയിൽ ഉണ്ട്. പിന്നെ വേറെ സ്ഥലത്ത് പ്രസവിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ. നാല് പപ്പീസുള്ളൂ. 5 പപ്പീസ് ഉണ്ടായിരുന്നു. ഒരു പപ്പീസിന് ചെറിയ കേട് വന്നു. ബാക്കി 4 പപ്പീസ് ഉണ്ട്. രണ്ട് ബ്രൗൺ 2 ബ്ലാക്ക്. ഒരാൾ അവിടെ പോയിരിക്കണല്ലോ. അമ്മ വന്നിട്ട് അറിഞ്ഞിട്ടില്ല. ലാബ് വന്നു. രണ്ട് പപ്പീസുള്ളൂ കേട്ടോ. ഡോബർമാൻ നമുക്ക് 2 മെയിൽ പപ്പി 25 രൂപ ഒരു പപ്പിക്ക് വില. സർട്ടിഫിക്കറ്റ് മൈക്രോചിപ്പ് എല്ലാം അടക്കം. ഇതിലത്തെ പപ്പീസ് നമുക്ക് മെയിലായാലും ഫീമെയിലായാലും നമുക്ക് 30 രൂപ കേട്ടോ. ഇത് നമുക്ക് മെയില് 12 അല്ല മെയില് 13, ഫീമെയിൽ 12 കേട്ടോ. ലാബ് റോഡ് വീലർ 25 രൂപ കേട്ടോ. ഡയറക്റ്റ് ഇമ്പോർട്ടൻ്റ് കുട്ടിയാണ് കേട്ടോ. ഫാദർ ഡയറക്റ്റ് ഇമ്പോർട്ടൻ്റ്, ഇവിടെ അവിടത്തെല്ല പുറത്തെത്തിയാണ്. ഇനി ബീഗിളിനോട് പറയാം. ബീഗിള് നമുക്ക് മെയില് 20, ഫീമെയില്
18 കേട്ടോ. അങ്ങനെ കൊടുക്കണം. നീ വില പറഞ്ഞില്ല എന്ന് പറയരുത്. മാസ്റ്റിഫിന്റെ പപ്പീൻ്റെ കേട്ടാ, മെയിൽ പപ്പി. സ്റ്റഡ് പപ്പി എടുത്തു വന്നിട്ടുള്ളതാണ്. ബുൾ മാസ്റ്റിഫ് ഒരു 25 രൂപയ്ക്ക് ബുൾ മാസ്റ്റിഫ് പപ്പീൻ്റെ കേട്ടാ. ഓക്കെ, അന്തർന്നിട്ടല്ലോ. മെയിൽ പപ്പിയാണ് കേട്ടാ. ഫ്രഞ്ച് ബുൾഡോഗ് ഫീമെയിൽ പപ്പിട്ടാ. ഇത് നമുക്കൊരു 13 രൂപ കേട്ടോ ഫീമെയിൽ. പേപ്പറൊന്നും ഇല്ല കേട്ടോ. ഇത് ബുൾ മാസ്റ്റിഫ് ഒന്നും പേപ്പറിലാണ്ട കൊടുക്കണം കേട്ടോ. 13 രൂപ കേട്ടോ. അടിപൊളി ഫീമെയിൽ പപ്പിട്ടാ. ഫസ്റ്റ് വാക്സിൻ കഴിഞ്ഞു, സെക്കൻഡ് വാക്സിൻ വരെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മറ്റേനൊക്കെ പപ്പി DP ചെയ്തിട്ടുള്ളൂ. നമ്മൾ കാണിച്ചിട്ടുള്ള ഒരു പപ്പിക്കൊക്കെ ഫസ്റ്റ് വാക്സിൻ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. പപ്പി DP വാക്സിൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദൂസര ഗോൾഡൻ കൂടാ. ഒരു ഗോൾഡൻ ഫീമെയിൽ ഉണ്ട് കേട്ടോ. നമ്മുടെ ജാക്കിൻ്റെ ഡബിൾസിലത്തെ ഫീമെയിലിന്റെ കുട്ടിട്ടാ. നല്ല കുട്ടിട്ടാ. സർട്ടിഫിക്കറ്റ് ഉള്ള കേട്ടാ. നമുക്ക് 20 രൂപ റേഞ്ചിൽ കൊടുക്കണം കേട്ടോ. ഇത് നമ്മുടെ കൂടിയിൽ മെയില്. ഞാൻ ഗ്രൂം ചെയ്യാൻ അടുത്ത ആഴ്ച ഷോയൊക്കെ ഉള്ളതാ. അപ്പൊ നമ്മുടെ പപ്പീസ് ഇനി പുറത്തുള്ള പപ്പീസിനാണ് കേട്ടോ. നമ്മുടെ ജർമ്മൻ ഡ്യൂഡില് ബ്രീഡ് ചെയ്തിട്ട് പ്രസവിച്ചിട്ട് കുട്ടികള്. കുട്ടികളെടുക്ക്. എത്ര കുട്ടികളാ? 6 കുട്ടികളല്ലേ? എത്ര ആണ്? എത്ര പെണ്ണ്? 4 പെണ്ണ് 2 ആണ്. നമ്മള് മുമ്പ് ഒരു കൊല്ലം മുമ്പല്ല നമ്മള് ഇത് പ്രസവിച്ച. ഒരു കൊല്ലം മുമ്പ് ഇതേപോലെ സൈമന് അതേപോലെ 6 കുട്ടികൾ. ഇനി നമുക്ക് കഴിഞ്ഞ ആഴ്ചയില് നമ്മള് ഇവിടുന്ന് ഇന്ന് വരെ നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ള പപ്പീസിന്റെ വീഡിയോ ഉണ്ട്. കഴിഞ്ഞതിന്റെ മുമ്പത്തെ ആഴ്ചയിലത്തെ വീഡിയോ കണ്ടിട്ട് വന്നിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മൾ ഇത് എന്തിനാ അവരെ നമ്മൾ വീഡിയോ പിടിച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടുന്ന് പപ്പീസിനെ മേടിക്കുന്ന ആൾക്കാരൊക്കെ സർട്ടിഫൈഡ് പപ്പീസാണ്. 80% പപ്പീസും സർട്ടിഫൈഡ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഇത്രയധികം പപ്പീസിനെ കൊടുക്കണം. അതുകൊണ്ട് നമുക്ക് നാളെ നമുക്കൊരു ബുദ്ധിമുട്ടാവും. ഇന്ന ആൾക്ക് ഇന്ന സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ഈ വീഡിയോ നിങ്ങൾ മേടിക്കുന്ന ആൾക്കാർ ഈ വീഡിയോ എടുത്തു വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ ഒന്നും ഉണ്ടാവും. അപ്പോൾ അതെ നമ്മൾ ഇന്ന് നിങ്ങൾക്കൊരു പ്രൂഫും കൂടിയാണ് കേട്ടോ. ഇവിടുന്ന് പപ്പീനെ മേടിക്കുമ്പോൾ ഇന്ന പപ്പിയുടെ കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ എല്ലാ പപ്പിയിലും ഇവിടെ വീഡിയോ കൊടുക്കുമ്പോൾ നമ്മൾ വീഡിയോ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ തുടർന്ന് കണ്ടോ? അപ്പൊ അതിൽ തുടർന്ന് കാണുമ്പോൾ മനസ്സിലാവും. ബീഗിൾ പപ്പീനെ കൊണ്ടുപോകണം കേട്ടോ. വളരെ ചെറിയ പപ്പിയാണ്. അപ്പൊ ആളെ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. सर नाम क्या आपका? अनिश आनंदन। मैं पूना से आया हूँ। पूना? मेरे पेरेंट्स यहाँ पे केरला में रहते हैं, तो उनके लिए मैं लेके जा रहा हूँ. ആളുടെ വീട്ടിലേക്ക് കൊണ്ടുപോണ് പാരന്റ്സിന് വേണ്ടിയിട്ടാണ്. അബി തൃശ്ശൂർ മേ കിധർ? അയ്യന്തോൾ മേ. അയ്യന്തോൾക്കാണ് പോണേ. നമ്മുടെ മെയിൽ പപ്പീനെയാണ് എടുത്തത് കേട്ടോ. ചെറിയ പപ്പീനെയാണ് കൊണ്ടുപോണ. ബാക്കി ഫുഡ് മരുന്നൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. नाम क्या? अनिश घर में कौन कौन? मम्मी डैडी वाइफ का नाम? सरिका. ആളെന്താ ചെയ്യുന്നേ? വൈഫ് ഡോക്ടർ, ആയുർവേദിക് ഡോക്ടർ അല്ലേ? ഡോക്ടർ. ഷീ മലയാളി? ഷീ ഈസ് എ മലയാളി. ഈവൻ ഐ ആം എ മലയാളി, ബട്ട് ഐ ആം ബോൺ ആൻഡ് റേസ്ഡ് ഇൻ മുംബൈ. സോ എൻ്റെ മലയാളം അത്ര ശരിയല്ല. കുഴപ്പമില്ല, പറഞ്ഞാൽ മനസ്സിലാവുണ്ട്. മനസ്സിലാവും, പക്ഷെ അത്ര ഫ്ലുവന്റ് അല്ല. ഓക്കെ. പപ്പിക്ക നാം? ടോബി. ടോബി. അപ്പൊ അതെ, ടോബി കുട്ടൻ ഇനി അയ്യന്തോൾക്കാണ് പോണത് കേട്ടാ. ഓക്കെ, താങ്ക് യു. നമ്മുടെ ബീഗിൾ ഫീമെയിൽ പപ്പീനെ കൊണ്ടുപോകണം കേട്ടാ. എവിടെ സ്ഥലം ചേട്ടാ? എസ് എൻ പുരം അല്ലേ? കൊടുങ്ങല്ലൂർ അല്ലേ? പേര് പ്രമോദ്. എന്താ ചെയ്യുന്നേ? മസ്കറ്റില്. വൈഫ്? ചേച്ചി വർക്ക് ചെയ്യാണ്ടാ? ഇല്ല, ഹൗസ് വൈഫ്. ചേച്ചിയുടെ പേര്? നിമിഷ. മോളുടെ പേര്? എത്രയിലാ പഠിക്കണേ? 3ല്. ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞോളൂട്ടാ ബീഗിളിനെ മേടിച്ച്. മോന്റെ പേര് എന്നിട്ടാ? റിച്ചന? മിഹൽ. മിഹലിന്റെ കയ്യില് അടിപൊളി ടോയ് ഉണ്ടല്ലോ. പട്ടിക്കുട്ടി കളിക്കാൻ വേണ്ടിട്ട് കൊടുത്തല്ലേ?
അങ്കിൾ ചോദിക്കണേ. അവൻ മൈക്കുമ്പോ പിടിക്കണേ. അപ്പൊ ശരി, അപ്പൊ ഓക്കെ. നമ്മുടെ ലാബ് പപ്പീനെ കൊണ്ടുപോകണം കേട്ടോ. ഇതൊല്ലൂര് ഭാഗത്തേക്കാണ് കൊണ്ടുപോകണത്. ചേട്ടന്റെ പേര് ഡേവിസ്. ചേട്ടന്റെ ഓണർക്കാണ് കൊണ്ടുപോകണത്. ആ അതെ. യുവർ നെയിം? മായിഷ. ഫ്രം സൊറൻ. കിധർ സെ? ജാർഖണ്ഡ്, ആസാം. ആ ഓക്കെ, അടിപൊളി. അപ്പൊ ശരി, ചേട്ടന്റെ വീട് ഒല്ലൂർ തന്നെയല്ലേ? വരന്തരപ്പള്ളിയിലല്ലേ? ആ ശരി, അപ്പൊ ഓക്കെ കേട്ടാ. ശരി, താങ്ക് യു. നമ്മുടെ ഹസ്കി ഫീമെയിൽ പപ്പി പോവാണ് കേട്ടാ. ടോമാക്സ് ഇൻഡു ജൂലി കുട്ടിയാണ്. പേര് ആ എവിടെ സ്ഥലം? മലപ്പുറം. അപ്പൊ അടിപൊളി. എന്ത് ജീന? ഞാൻ PT ടെക്നീഷ്യനാ. PT ടെക്നീഷ്യൻ. മാഷ ഭീമിയാത്ത ബിൽഡിംഗ് ഉണ്ടാക്കണ. അതെ അല്ലേ? ഓക്കെ ഓക്കെ. വീട്ടില് വേറെ ആരൊക്കെ ഉണ്ട്? വീട്ടില് താത്തണ്ട്, ഉമ്മയുണ്ട്. അപ്പൊ എല്ലാവരുടെ അടുത്ത് അന്വേഷണം പറയാ. അപ്പൊ നമ്മുടെ യൂട്യൂബില് കാണാറില്ലേ? കാണാറുണ്ട്. അപ്പൊ ഓക്കെ താങ്ക് യു. ഓക്കെ, താങ്ക് യു. ബ്ലൂ ഐസ് കേട്ടാ. ബ്ലൂ ഐസ് ഫീമെയിൽ പപ്പി. കടയിൽ ഒരു അതിഥി വന്നിട്ടുണ്ട് കേട്ടാ. ഉണ്ടാ ബോർഡിങ് ആണ് കേട്ടാ. ബോർഡിങ് കിളീനെ വരെ ബോർഡിങ് ഉണ്ട്. 4 ദിവസത്തേക്ക് ബോർഡിങ്. വീട്ടുകാർ പോയിക്കാണ് അവൻ്റെ. നല്ല അണക്കുള്ള ടൈപ്പാണ് കേട്ടാ. വല്ലതും പറയണ്ട നിനക്ക്? പറഞ്ഞോ. നമ്മുടെ ഗോൾഡൻ മെയിൽ പപ്പീനെ കൊണ്ടുവന്നു കേട്ടാ. പേര് അതുൽ. എവിടെ സ്ഥലം? കൊടുങ്ങല്ലൂര്. എന്ത് ജീന? ഡിഗ്രിക്ക് പഠിക്കുന്നു. പ്രണവ് എന്ത് ചെയ്യുന്നു? ഡിഗ്രിക്ക്. രണ്ടുപേരും ഡിഗ്രിക്കാര്. രണ്ടുപേരും കൂടിയിട്ട് പഠിക്കണ്ട ഫ്രണ്ട്സ് ആണ്. അപ്പൊ ആരുടെ വീട്ടിലാ നിർത്താ? തീരുമാനിച്ചിട്ടില്ല. അപ്പൊ അടിപൊളി. പട്ടിക്കുട്ടിക്ക് വല്ല പേരാന്നെങ്കിലൊക്കെ തീരുമാനിച്ചിട്ടുണ്ടാ? ഇല്ല, തീരുമാനിച്ചിട്ടില്ല അല്ലെ? അപ്പൊ അടിപൊളി. അപ്പൊ നമ്മുടെ മെയിൽ പപ്പി പോവാണ് കേട്ടാ. ഒരു ഫീമെയിൽ പപ്പീനെ അവിടെ ഉണ്ട്. ഒരു ഫീമെയിൽ പപ്പി കൂടി ഉണ്ട്. അപ്പൊ ഓക്കേട്ടാ, ശരി. നമ്മുടെ കിയയുടെ മെയിൽ പപ്പീനെ കൊണ്ടുപോകണം കേട്ടാ. പേര്? നിങ്ങളുടെ പേര്? കൃഷ്ണപ്രിയ. എവിടെ സ്ഥലം? ഇടുക്കിയിലെ അല്ലേ? എന്താ ചെയ്യണേ? ഞാൻ പഠിക്കുക. എന്താ പഠിക്കണേ? സൈക്കോളജിസ്റ്റ്. ഇത് സന്തോഷ്. എന്താ ചെയ്യണേ ചേട്ടൻ? തടിയുടെ ബിസിനസ്. അവിടെ തന്നെ? അതെ അല്ലേ? ചേച്ചിയുടെ പേര്? ലൈനി. എന്താ ഹൗസ്? ചേച്ചി സുധി. എവിടെയല്ല, ഒരു സ്ഥലത്ത് തന്നെയാ? എവിടെ വീട്? ചേച്ചിയുടെ വർക്ക് ചെയ്യണ. അപ്പൊ അതെ നമ്മുടെ മെയിൽ പപ്പീനെ ശരിക്കും ഒന്ന് കാണിച്ച നമ്മുടെ മെയിൽ പപ്പീനെ. നമ്മുടെ പപ്പീനെ കൊണ്ടുപോകുന്നു. അപ്പൊ ഇനി എവിടെ ഉണ്ടാവാന്ന് പറഞ്ഞവൻ? ഇടുക്കിയില അതോ അങ്കമാലിയിലാണ് ഇപ്പൊ താമസം അല്ലെ? ശരിക്കും ഇടുക്കിയാണ്. അപ്പൊ അതെ ഇടുക്കിയിലേക്കാണ്. അതിന് വല്ല പേരെന്തെങ്കിലൊക്കെ തീരുമാനിച്ചിട്ടുണ്ടാ? സ്വഭാവം അനുസരിച്ച് പേരിടാന്നല്ലേ? അപ്പൊ പേരിടുമ്പോ നമ്മുടെ യൂട്യൂബിന്റെ വീഡിയോ ഒക്കെ കമന്റ് ചെയ്തോളൂട്ടാ. ഓക്കെ ശരി. ഓക്കെ താങ്ക് യു. നമ്മുടെ കിയ ഇൻഡു ടോമാക്സിന്റെ പപ്പീനെ കൊണ്ടുവന്നു കേട്ടാ. ബ്ലൂ ഐസ് ഫീമെയിൽ പപ്പി. എവിടെയാ സ്ഥലം? എവിടെയാ? ചാവക്കാട്. പേര്? സുൽത്താൻ. എന്ത് ചെയ്യുന്ന? ഞാനിപ്പോ വർക്കില് ബിസിനസ്. ഇത് വൈഫിന്റെ പേര്? ലസ്വ. ഈശോ, വായിൽ പിടി കടിച്ചാ പൊട്ടാത്ത പേരാണ് കേട്ടാ. എന്താ ചെയ്യുന്ന? ഡിഗ്രി കഴിഞ്ഞിട്ട് കോഴ്സ് ചെയ്യുന്നു. ഇത് അനിയത്തിന്റെ പേര്? എന്താ ചെയ്യുന്ന? +1. എവിടെ? ചാവക്കാട്.
അപ്പൊ വീട്ടില് എല്ലാവരുടെ അടുത്തും ഉപ്പുമ്മയൊക്കെ ഇല്ലേ, ആ. എല്ലാവരുടെ അടുത്തും അന്വേഷണം പറയാ. ഓക്കെ നമ്മുടെ ആ പട്ടിക്കുട്ടീനെ അടിപൊളിയായിട്ട് നോക്കാൻ പറയാ. ഓക്കെ വേറെ ഒന്നുമില്ല, നമ്മുടെ ഫാമൊക്കെ ഇഷ്ടമായില്ലേ, അടിപൊളിയല്ലേ? ഓക്കെ അല്ലേ? ശരി, ഓക്കെ, താങ്ക് യു. നമ്മൾ അവസാനിപ്പിക്കാനായിട്ട് നമ്മുടെ പപ്പീസിനെ കണ്ടില്ല, നമ്മുടെ ഇവിടെ ഉണ്ടായി, ഇവിടെ ബ്രീഡ് ചെയ്തിട്ട് പുറത്തുണ്ടായ പപ്പീസും പിന്നെ നമ്മുടെ ഇവിടെ ബ്രീഡ് ചെയ്ത പപ്പീസാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മുടെ സബ്സ്ക്രൈബർമാരുടെ വീട്ടില് പപ്പീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ആഡ് ചെയ്യണോണ്ട് വിരോധമില്ല കേട്ടോ. നിങ്ങൾ ആഡ് എടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ചെറിയൊരു ചാർജ് മേടിച്ചിട്ട് നമ്മൾ ആഡ് ചെയ്യണ പരിപാടിയുണ്ട്. നിങ്ങളുടെ വീട്ടിൽ പപ്പീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോ വീഡിയോ അയച്ചെന്നാൽ നമ്മുടെ ഈ യൂട്യൂബിന്റെ കൂടെ നമ്മൾ ഇതിനു മുമ്പ് ചേർക്കാറുള്ളതാണ്. സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാം, പുതിയതായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അവരെ വിളിച്ച് കസ്റ്റമേഴ്സ് അവരെ ഡയറക്റ്റ് വിളിക്കുക കേട്ടോ. നമ്മുടെ കയ്യിൽ ഇല്ലാത്ത പപ്പീസുകളൊക്കെ ആണെങ്കിൽ നമുക്ക് വീഡിയോ അയച്ചുതരാം. ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വിളിക്കാം. പിന്നെ ഡോഗിന്റെ എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങൾ അതിനൊക്കെ വിളിക്കാൻ മടിക്കേണ്ട, നമ്മുടെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. പിന്നെ ഫോളോ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നമ്മുടെ വീഡിയോ ഫോളോ ചെയ്തോളൂ. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ആദ്യത്തെ ഇൻസ്റ്റാഗ്രാം ഉണ്ടായിരുന്നു, അതിൽ കുറെ ഫോളോവേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു. അത് എൻ്റെ പേരിൽ സിമോദ് എന്ന് പറഞ്ഞ പേരിലായിരുന്നു കേട്ടോ. അതൊക്കെ അടിച്ചു പോയി, വേറെ ആരോ ഹാക്ക് ചെയ്ത് എന്തോ പ്രശ്നങ്ങളായി. അപ്പോൾ നമ്മളത് ശരിയാക്കാൻ കൊടുത്തിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല, ശരിയായിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മൾ സൊഫൈൻ കന്നൽസിന്റെ പേരിൽ പുതിയ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് പേജൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഫോളോ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്തോളൂ. അപ്പോൾ അടുത്ത ആഴ്ച പുതിയ വീഡിയോ കാണുന്നവരെ അതിന്റെ ലിങ്ക് നമ്മൾ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം കേട്ടോ. അതും അപ്പോൾ അതിൽ ഡിസ്ക്രിപ്ഷനിൽ കയറി നമുക്ക് നമ്മുടെ നമ്പർ ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, നമ്മുടെ ഫേസ്ബുക്കിന്റെ ലിങ്ക് ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത ആഴ്ച പുതിയ വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.